ഞാൻ CPI മന്ത്രിമാരെന്ന് പറയുന്നില്ല. ഗവൺമെൻറ് സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്കറിയാം. ഇത്തവണ കുറച്ച് 8% ഓരോ വകുപ്പിൽ നിന്നും വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഞങ്ങൾ നേരിട്ട് ഫിനാൻസ് വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയോട് ഈ വിവരം പറയുന്നുണ്ട്. കാരണം ക്ഷീരമേഖലകളിൽ കുറച്ചധികം പാവപ്പെട്ട ക്ഷീര കർഷകരെ സഹായിക്കുന്ന തരത്തിലുള്ള സ്കീമുകളും പദ്ധതികളുമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ കുറവ് വന്നാൽ പാലുൽപാദനത്തിൽ നമുക്ക് കുറവ് വരും. അതുകൊണ്ട് ഞാൻ ബഡ്ജറ്റിനെ കുറിച്ച് മറ്റൊന്നും പറയുന്നില്ല. അത് ഞങ്ങളൊരു ചർച്ചയിലൂടെ പരിഹരിക്കുവാനുള്ള പരിശ്രമമാണ് ചെയ്യുന്നത്. അല്ലല്ലല്ല, അങ്ങനൊന്നുമില്ല. ഒരുമിച്ചൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളുടെ മുകളിലൊരു മുഖ്യമന്ത്രിയുണ്ട്. മുഖ്യമന്ത്രിയെ കാണുക, അത് ഞങ്ങൾ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുത്തും. നമ്മുടെ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ഇത് ബോധ്യപ്പെടുത്തും. ഈ വകുപ്പിൽ നിന്ന് കുറവ് വരുത്തിയിട്ടുള്ള തുക മാറ്റം വരുത്തണമെന്ന് മാത്രമാണോ ആവശ്യപ്പെടുക? അത്രയേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞ തവണയെങ്കിലും നമുക്ക് അനുവദിച്ച തുക അനുവദിക്കണം എന്നുള്ള തരത്തിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ. കാരണം ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധിയും കൂടെ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് കൂടുതൽ അതെ, അത് ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാമെന്നുള്ളതേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇല്ല, ഞാൻ ആ പ്രതിഷേധം ഇവിടെ പറയുന്നില്ല. അത് പറയേണ്ടുന്നിടത്ത് പറഞ്ഞാൽ മതിയല്ലോ. സംസാരിച്ചിട്ടുണ്ട്. മറുപടി ആദ്യം പരിഹരിക്കും. എന്നാണ് മുഖ്യമന്ത്രിയെ കാണുന്നത്? ഇപ്പോൾ കേരളത്തിൽ ചെന്നിട്ടല്ല, കേരളത്തിൽ ഇപ്പോൾ നാളെ ഡൽഹിയിൽ പോവുകയാണ്. ഇന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ശേഷം അദ്ദേഹമായിട്ട് സമയമുണ്ടല്ലോ. ബഡ്ജറ്റിൻ്റെ ചർച്ച ഇനി വരുത്തിയില്ലേ ഉള്ളൂ. ഇല്ല, അങ്ങനത്തെ വിവേചനം ഞാൻ പറയുന്നില്ല. കാരണം കേരളത്തിൽ പൊതുവിൽ നമ്മുടെ ഇത്ര ശതമാനം ഓരോ വകുപ്പിൽ നിന്നും കുറയ്ക്കുന്നു എന്നുള്ളതാണ് കേട്ടത്. അതിനകത്ത് പ്ലാനിംഗ് ബോർഡിൻ്റെ ചില നിർദ്ദേശങ്ങൾ കൊണ്ടു എന്നുള്ളതാണ് കേട്ടത്. അപ്പോൾ അത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ശ്രമിച്ചു. ഇല്ല, അങ്ങനത്തെ ഒന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെൻറ് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോഴത്തെ കുറച്ച് പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഓരോ വകുപ്പുകളിലെയും ചെറിയ കുറവ് വരുത്തിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ വകുപ്പിൽ കുറച്ചുകൂടെ ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളായതുകൊണ്ടും പാലുൽപാദനത്തിൽ നമുക്ക് ഏതാനും, എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷത്തിനകം ഞങ്ങൾ സ്വയം പര്യാപ്തതയിലേക്ക് കടക്കാൻ പോവുക. 10% കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മേഖലകളിൽ കുറച്ചുകൂടെ ഫണ്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. യെസ്, 10-40% കുറവുണ്ട്.